ഒരു പർട്ടിക്കുലർ ആക്ട്രസിൻ്റെ അല്ലെ ആക്ടറിൻ്റെ ഫാനാണെന്നൊന്നും പറയുന്ന ഒരാളല്ല. എനിക്ക് ഓരോ കഥാപാത്രങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്, അതുവഴിയാണ് ഞാൻ ഓരോ ആക്ടേഴ്സിനെയും ഇഷ്ടപ്പെടുന്നത്. സോ ബേസിക്കലി ഇപ്പം എന്നോട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിമിഷ സജയനാണെന്ന്. ഈവൻ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് ആ ഒരു ഇഷ്ടം. അതിപ്പോഴും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഒരു ക്യാരക്ടർ പോലും എനിക്ക് തോന്നിയിട്ടില്ല അയ്യോ ഇത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു തോന്നിയിട്ടില്ല. വെറുതെ ചറുപറ സിനിമ ചെയ്യണമെന്നൊന്നും ഇല്ല. ചെയ്യുന്ന സിനിമ അത് അത്രയും ഒരു പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രയും നമ്മളുടെ സൊസൈറ്റിക്ക് നീഡഡ് ആയിട്ടുള്ള സിനിമാസ് ചെയ്യാറുള്ളത്. സെലക്ഷൻ ആണ്. അതുപോലെ തന്നെ പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും പുള്ളിക്കാരി യൂസ് ചെയ്യുന്നുണ്ട്. നായകന്റെ പുറകിൽ നിൽക്കുന്ന ഒരിക്കലല്ല, ചുമ്മാ ചിരിച്ചും കുറച്ച് സൗന്ദര്യം കാണിച്ചും ഇങ്ങനെ ആൾക്കാർ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറെ പുള്ളിക്കാരി എടുക്കില്ല. അതിൽ പെർഫോമൻസ് പുള്ളിക്കാരിയുടെ 100% കൊടുക്കാൻ പറ്റുന്നതേ പുള്ളിക്കാരി എടുക്കുള്ളൂ. ഏജിൽ ഭയങ്കര യങ്ങാണെങ്കിൽ പോലും അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ പെർഫെക്ഷൻ, അതൊക്കെ അഡ്മയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് റോഷൻ. ഓരോ തവണ ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണ് റോഷൻ്റെ. റോഷൻ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും നമുക്കൊന്നും ഇതൊക്കെ എന്റെ കയ്യിലുണ്ട് സാധനങ്ങളുണ്ട്. പെർഫോമൻസ് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ സെലക്ഷൻസ്, ആ ഒരു തനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് എപ്പോഴും അത് കീപ്പ് ചെയ്യാൻ നോക്കുന്ന ആക്ടേഴ്സ്, അതാണ് ഇവര്. അപ്പോൾ ഇവർ ഒന്നിക്കുന്ന പുതിയ ഒരു മിനി സീരീസ് ആമസോൺ പ്രൈമിൽ വരാൻ പോകുന്നുണ്ട്. പോച്ചർ എന്നാണ് പേര്. അത് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പോച്ചിങ് എന്ന് നമുക്കറിയാം, എന്താ പറയുക, മൃഗങ്ങളെ മറ്റേ വേട്ടയാടി കൊല്ലുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ ട്രെയിലർ, ഇതൊരു സീരീസ് ആണ്, പക്ഷെ എങ്കിലും അതിന്റെ ട്രെയിലർ കാണാമെന്ന് വെച്ചത് തന്നെ ഇവര് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മലയാളത്തിൽ അങ്ങനത്തെ സീരീസുകൾ എന്ന് വെച്ചാൽ സീരിയലുകളല്ല പറയുന്നത്, നല്ല നല്ല സീരീസുകൾ വരുന്നതുണ്ട്. ഇപ്പം മാസ്റ്റർ പീസ് ആണെങ്കിലും നല്ലതായിരുന്നു. മാസ്റ്റർ പീസ് ഏതായിരുന്നു? അയാൾ കണ്ടില്ല, അതാണ്. മാസ്റ്റർ പീസ് നല്ലൊരു സീരീസ് ആയിരുന്നു. നമ്മുടെ നിത്യ മേനോൻ അഭിനയിച്ച് ഹോട്ട്സ്റ്റാറിൽ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇത് മുഴുവൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതുപോലെ തന്നെ അതിന് റോഷൻ വരുന്നുണ്ട്. ക്രൈം ഫയൽസ് ഉണ്ട് മറ്റേ അജു വർഗീസിന്റെ. അപ്പൊ അങ്ങനെ അത്തരത്തിലെ ഒരുപാട് മിനി സീരീസുകൾ ക്വാളിറ്റി ഉള്ളത് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഇതൊരു സിനിമ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഇപ്പോൾ സീരീസുകൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സീരീസിന്റെ ട്രെയിലർ കണ്ടത്. പിന്നെ വേറൊരു തിങ് ഉണ്ട്, ഇപ്പം ഇംഗ്ലീഷിലെ സീരീസിനെ വളരെ കാര്യമായിട്ട് എടുക്കുന്നത്. അതായത് ഹോളിവുഡിലെ സീരീസ് എന്ന് പറഞ്ഞാൽ അതിന് എൻറ്റയർലി ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോളിവുഡ് സീരീസുകൾ. പക്ഷെ മലയാളത്തിൽ നമ്മൾ ഈ ലോക്കൽ സീരിയലുകളെ മാത്രമേ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇപ്പം മലയാളത്തിൽ സിനിമയിൽ ഉള്ള ആൾക്കാർ സീരീസിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അവർക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ക്വാളിറ്റി കണ്ടന്റ് ആണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലറിലേക്ക് വലിച്ചു നീട്ടണ്ട. എഫക്ട്സ് ആണ്, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഒറിജിനൽ വെച്ചിട്ട് കാണിക്കുന്നത്. सारे एक्यूज गायब हैं. फॉरेस्ट मिनिस्टर का फोन आ गया है. जांच की शुरुआत करनी है. तो मैं करूंगा मेरे तरीके से मेरी टीम के साथ. हेलो माला, you have a reputation for arrested convictions than anyone else in the department. കോളിംഗ് കാര്യമായിട്ടാ അസംബിള ടൈപ്പ് ടീം. എന്നെ നീൽ ബാനർജി അത് വിട്ടിട്ടുണ്ട്. എനിക്ക് പീഡിയോട് പ്രിഫർ ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇച്ചിരി രഹസ്യമാണ്. ഇവര് ആനക്കൊമ്പ് കൈമാറിയിട്ടുള്ളത് ഈ ഒരു 5 ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, സ്വിസ്, ഇന്റർനാഷണൽ മാറ്റർ. We have just lost 18 survivors under our watch. It is the worst incident I have ever witnessed. Too many hunters hunting the same animal. Nothing is getting solved. पुलिस को कुछ नहीं पड़ी. अर्को ने एक और नाम दिया, मॉरिस. मॉरिस would buy raw ivory for about 30,000 rupees per kilo, and his main buyer is our big fish. आप लोग ऐसे कैसे कुछ शब्द करके अपना? हमने कुछ भी गलत नहीं किया है. റോഷന്റെ ക്യാരക്ടർ എന്താന്ന് നമുക്ക് മനസ്സിലായില്ല. तुम जो नेटवर्क डिस्टर्ब कर रहे हो ना, उसमें आर्म्स है, ड्रग्स है, ह्यूमन ट्रैफिकिंग है. We won't have time for an official audit. We have to improvise. The media is crying foul.
claiming someone took money and denied. ഒരു സംഭവമായിരിക്കും. അത് മാത്രമല്ല തോന്നുന്നു സംസാരിക്കുന്നത്, അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. मारते मारते इन दरिंदों ने 10.5 मिलियन रुपीस की इंडस्ट्री खड़ी कर दी है. डील क्या? सर 1 crore crores. എനിക്ക് തോന്നുന്നില്ല ഇത് ആനിമൽ വാഷിങ്ങിനെ മാത്രമാണ്. അതാണ് മെയിൻ സംഭവം. ആനക്കൊമ്പ് കടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആനകളെ കൊല്ലുന്നു. അതിനെ കണക്ട് ചെയ്ത് അന്വേഷിച്ച് പോകുമ്പോൾ വേറെ വലിയ ബിസിനസ്സുകളിലേക്ക് അതിൻ്റെ എന്താ പറയുക ഡാർക്ക് സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതും കോടിക്കണക്കിന് ഒരു ഭയങ്കര ഒരു വലിയൊരു ബിസിനസ്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ മാഫിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഈ പറയുന്ന പോച്ചിങ്. നമ്മൾ പൊതുവെ പോച്ചിങ് കണക്ട് ചെയ്യുന്നത് ആഫ്രിക്ക ആ ഒരു വനാന്തര മേഖലകളും അവരുടെ ഇപ്പോൾ അനിമൽ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഗൈഡും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത് വളരെ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ചന്ദനക്കടത്താണ് ഏറ്റവും കൂടുതൽ, അതെ എക്സാക്ട്ലി ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. പക്ഷെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിന്റെ പുറകിൽ കൂടെ നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സൈഡ്, ഡാർക്ക് സൈഡ്, അത് നന്നായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യത ഈ സീരീസിൽ കൂടെ കാണുന്നുണ്ട്. സോ നല്ലൊരു അവയർനെസ് സംഭവം കൂടി ആയിരിക്കും. കാരണം ഇതൊക്കെ എപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവർ വരെ ഉണ്ട് കുറേ പേര്. ഇതൊക്കെ പുറത്ത് നടക്കുന്ന ആഫ്രിക്കയിലൊക്കെ നടക്കുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഉൾക്കാടുകളിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് ഇതിനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ഒത്താശയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെ പറഞ്ഞത്, ഇതിന്റെ ഈ ഒരു സീരീസിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഒരു കോച്ചിങ് എന്ന് മാത്രമല്ല, അതിന് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സംഭവങ്ങൾ കാണാം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ റോഷന്റെയും നിമിഷയുടെയും പെർഫോമൻസ് നമുക്ക് കാണാനുള്ള ഒരു ഉറപ്പാണ്. കാരണം ആ ഒരു കുറച്ച് സീനിൽ തന്നെ അവരെ കാണുമ്പോൾ തന്നെ ഓക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഗ്യാരണ്ടീഡാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ള ഒരു സീരീസ് അല്ല. ആൻഡ് ഈവൻ നിമിഷ ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. സോ എനിക്ക് റോഷന്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായില്ല. സപ്പോർട്ടിങ്, അതായത് ആ പോലീസുകാരെ ഹെൽപ്പ് ചെയ്യുന്ന, അത് മാത്രമല്ലാതെ വേറെ കണക്ഷൻസും ഉള്ള, നിമിഷയുടെ പേഴ്സണലി കണക്ഷനുള്ള അവരെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ മലയാളത്തിൽ ഇത്തരം സീരീസുകൾ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ഇപ്പം മലയാളത്തിൽ മാത്രമല്ല വരുന്നത്, ഇത് 5 ഭാഷയിലായിട്ട് വരുന്നുണ്ട്. ഒരു തരത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ട സങ്കടമുണ്ട്. കാരണം മലയാളത്തിൽ വെബ് സീരീസുകൾക്ക്, ഇത്തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള വെബ് സീരീസുകൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ അത് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. ആക്ടേഴ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റ് ഫിലിം മേക്കേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അതുപോലെയുള്ള OTT പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക മുൻകൈ എടുക്കുന്നത്. ഫിലിം മേക്കേഴ്സിനെ അതിനു വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നു, എന്നിട്ട് ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ അവർ അതിനെ ഉപയോഗിച്ചുകൊണ്ട്, ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിമാൻഡ് ഉണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് മലയാളത്തിൽ ഈ സീരീസ് തന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റിച്ചി മേത്ത എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം ആപ്പിൾ TV വന്നിട്ടുള്ള എക്സ്ട്രാപൊളേഷൻസ് എന്ന് പറയുന്ന ഒരു സീരീസിൻ്റെ ഒരു എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പുള്ളിയാണ്. അപ്പം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് OTT പ്ലാറ്റ്ഫോംസ് സീരീസുകളൊക്കെ നിർമ്മിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള വെബ് സീരീസുകൾ കൂടുതൽ വരുവാണെങ്കിൽ അത് നല്ലതായിരുന്നു. അതിന് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ മുൻകൈ എടുത്താൽ അത് കുറച്ചുകൂടി നല്ലതായിരുന്നു. അപ്പം അത് മാത്രമാണ് എനിക്കിത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു വിഷമകരമായിട്ട് തോന്നിയൊരു കാര്യം. അല്ലാത്ത പക്ഷം ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് വേറൊരു ഹാപ്പിനെസ് തോന്നിയ ഒരു കാര്യം, ഇയാൾ പറഞ്ഞ ഈ സെയിം സാധനത്തിൻ്റെ ഒരു കോൺട്രഡിക്ടറി ആണ്. ലൈക്ക് പുറത്തു നിന്നുള്ള ഡയറക്ടർ ആലിയ ഭട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ നമ്മുടെ മലയാളത്തിലെ ക്യാരക്ടർ ആൾക്കാർ, അതായത് ടാലൻസിനെ അവർ റെക്കഗ്നൈസ് ചെയ്ത് അതിലേക്ക് OTT പ്ലാറ്റ്ഫോംസ്, ഞാൻ നേരത്തെ പറഞ്ഞു OTT പ്ലാറ്റ്ഫോംസ് അവർ ടാലൻസിനെയാണ് തപ്പിയെടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു നായികനെ അവർ ചൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഗുഡ് ലുക്കിംഗ് എന്നൊരു രീതിയിൽ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നായകന്റെ പുറകിൽ നിൽക്കാനായിട്ടുള്ള ഒരാൾ അവർ എടുക്കില്ല. ഇനി അങ്ങനെ എടുക്കുന്ന റോൾസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സീരീസുകളിലെന്ന് പറയുമ്പം നല്ലൊരു സ്റ്റോറി ഉണ്ടാവും, പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അപ്പം നീ പറഞ്ഞത് തന്നെ ശരിയാണ്. അത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പ്രൗഡാണ് ശരിക്കും. ഇപ്പം അനന്തു അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ലൈക്ക് അവർ വേറെ ഒരിടത്തൊന്നും പോയില്ല, അവർ നമ്മുടെ നിമിഷയും നമ്മുടെ റോഷനെയൊക്കെയാണ്. ഇത്രയും ടാലന്റാണ് അവരെന്നുള്ളത് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്.
അത്രയും ഒരു റീച്ച് അവർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇനിയും ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.